ഇപ്പോൾ സമയം 9:48. അതുപോലെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. ഇത് കഴിക്കണം. കഴിച്ചിട്ട് വേണം റൈഡ് തുടങ്ങാൻ. ഈ പറഞ്ഞ പോലെ ഡെസ്റ്റിനേഷനൊന്നുമില്ല, ഇറങ്ങിയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കിയുണ്ട്. ഇറങ്ങുന്നതിന് മുമ്പ് ഏതായാലും ബ്രേക്ക് പാഡ് മാറ്റണം. അവിടെ ബ്രേക്ക് ഷൂ, കാരണം അത് തേഞ്ഞ് ബാക്കിൽ എന്തായാലും മാറ്റാം. ഫ്രണ്ടിൽ കുറച്ചും കൂടി ഉണ്ട്, അതിൽ തീർന്നിട്ട് മാറ്റാമെന്ന് കരുതുന്നു. അപ്പം ഇത് മാറ്റിയിട്ട് വേണം പോവാൻ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ട്. ഇന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി വൈകി, കാരണം ബ്രേക്കൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് സമയമെടുത്തു. ഇതിപ്പോൾ കളമശ്ശേരിയാണ്. കളമശ്ശേരിയിലെ മറ്റൊരു റോഡാണ് കേട്ടോ. നമ്മൾ കളമശ്ശേരി ഹൈവേയിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു റോഡ്. ഇവിടേക്ക് എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ. രാജഗിരി സ്കൂളൊക്കെ ഈ ഭാഗത്താണ്. ഇവിടെ പുതിയതായിട്ട് റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പള്ളിക്കാരുടെ സ്ഥലമാണ്. അവർ റബ്ബർ വെച്ചിരുന്ന സ്ഥലമാണ്, ഒക്കെ വെട്ടി മാറ്റിയെന്ന് കേട്ടോ. നോക്കിയിട്ട് വരുന്നു. കുറച്ച് തുടക്കം വേണ്ടേ, റൈഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് വാമയില്ല. ഇവിടെ റബ്ബറിനോട്ട് ഒരു നിശ്ചയിക്കുന്നത്. കാണുന്നതൊക്കെ റബ്ബറാണ്. അതൊക്കെ വെട്ടി മാറ്റി. 2 സൈഡിലും ഉണ്ടായിരുന്നു. നല്ല തിക്കായ റബ്ബറിനോട്ട് വരുന്നുണ്ടോ, അതൊക്കെ പോയി. എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുണ്ട്. റൈറ്റ് സൈഡിൻ്റെ കോർട്ട്, ഗ്രൗണ്ട് കോർട്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥലം മേടിച്ച് ആ കോർട്ടിലാണ്. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടാ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. ഏതായാലും പുതിയൊരു സ്ഥലത്ത് കൂടി ആയതുകൊണ്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കളമശ്ശേരി പ്രവേശിച്ച് കഴിഞ്ഞു. മാർക്കറ്റാണ് കേട്ടോ, കളമശ്ശേരിയിലെ മാർക്കറ്റാണ്. കളമശ്ശേരി മാർക്കറ്റിൽ നിന്ന് നമ്മൾ നേരെ കയറിയത് ഹൈവേയിലേക്കാണ്. അപ്പോൾ കീഴ്നീർക്കാവിലെത്തി. നമ്മൾ നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയാണ്. പാലക്കാട്, തൃശ്ശൂർ. കടതീശ്വരത്ത് പോയാൽ വല്ലാർപാടം, കീഴ്നീർക്കാവിലാണ്. ഓക്കെ, ബാക്കി റൂട്ടുകളൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിയിട്ട് എടുക്കാം, അതാണ് നല്ലത്. ഇന്നിപ്പോൾ ഒരു മഴക്കാറുണ്ട്, എന്നാൽ വെയിലും ഉണ്ട്.
നമ്മൾ ആലുവ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ മഹിളാലയം തുരുത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജ് കാണാൻ പറ്റില്ല. അങ്ങനെ സ്റ്റാള് കപ്പയൊക്കെ ഉണ്ട്. 2 കിലോ 100 രൂപ, 40 രൂപ. മഹിളാലയം തുരുത്ത് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. നമ്മൾ പുതിയ റൂട്ടാണ്. അതൊരു കാര്യം എവിടെ കപ്പയിൽ നിന്ന് നിൽക്കാം. സെൻറ്ററിലേക്ക് പോകാം. നമുക്ക് വിഷ്വൽ കിട്ടും. ഇവിടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. മഴക്കാറുള്ളതുകൊണ്ടായിരിക്കാം. ഈ പാലത്തിൻ്റെ വിഷ്വൽസ് എടുക്കാൻ ഇച്ചിരി പാടുണ്ട്. കാരണം അവിടെ പ്രശ്നം നടക്കണുണ്ട്. അപ്പോൾ വേഗം കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് എടുക്കാൻ എന്തായാലും. അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ്, മഹിളാലയം തുരുത്ത് ബ്രിഡ്ജ്. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. കാറ്റുണ്ട്, നല്ല കാറ്റാണ് കേട്ടോ. അവിടെ ആലുവ സിറ്റിയെ കാണാൻ പറ്റും. സിറ്റി നല്ല കാറ്റാണ് കേട്ടോ. ഇത് കേൾക്കാൻ പറ്റുമെന്നറിയില്ല. ഓക്കെ, നമുക്ക് ഇനി നേരെ പോവാം, മുന്നോട്ട് പോവാം. നല്ല കാറ്റാ. ഒരു ആ ഭാഗത്തേക്കാണെങ്കിൽ നല്ല മഴക്കാറുണ്ട്. ഉണ്ടോ? മഹിളാലയം തുരുത്തിപ്പാറ. നമുക്ക് ഇതിനങ്ങോട്ട് പോവാം. ഇന്നിപ്പോൾ അവധി ദിവസമാണെങ്കിലും തിരക്കുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ലാതെ തിരക്കുണ്ടാവുന്നത്. നല്ല മഴക്കാറുണ്ട്. നല്ല മഴക്കാറുള്ളതുകൊണ്ടേ എന്നാലും കുറവാണ്. തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ടെന്ന് പറയാനാണ് കേട്ടോ. അത്ര തിരക്കില്ല. ഈ റോഡായോണ്ടാണെന്നറിയില്ല. നമ്മളേതായാലും ഹൈവേ വിട്ട് വേറെ റൂട്ട് പിടിക്കണം. അവക്കാടോ കിലോ 130 രൂപ. അല്ല പറഞ്ഞ ടൈപ്പായിരിക്കും അല്ലേ. തുരുത്ത് റോഡാണ് കേട്ടത്. തുരുത്ത് റോഡ്, ആലുവ തുരുത്ത് റോഡ്. തുരുത്ത് റോഡ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ റോഡ് നല്ല വീതിയുള്ള റോഡാണ്. നല്ല കാറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്കവാറും മഴ കയറും. പെയ്യട്ടെ. രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. മഴയെങ്കിൽ മഴ. എന്താ ചെയ്യുക? വീട്ടിലിരിക്കാൻ ഒരു ഇതില്ല. വീട്ടിലിരുന്നാൽ പല പ്രശ്നങ്ങളാണ്. നമ്മൾ ചിന്തകളൊക്കെ മാറിപ്പോയി. പലതും ഓർമ്മകൾ വരും. ഇപ്പം അടുത്തൊരു പാലം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഓർമ്മകളില്ലാന്നല്ല, ഇപ്പോൾ അടുത്ത പാലം ഒരു ചെറിയൊരു ആറ് പോലെയൊക്കെയുള്ളതാണ്. ആറ് പുഴയല്ല, മറ്റേ പെരിയാറായിരുന്നു. ചെറിയ തട്ടുകടയും കടകളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ദേശം, വലത്തോട്ട് പോയാൽ കാലടി. നമുക്ക് കാലടി ഭാഗത്തേക്ക് പോകാം. നമ്മൾ അങ്ങനെ അധികം പോയിട്ടില്ല കാലടി ഭാഗത്തേക്ക്. നമുക്ക് കാലടി ഭാഗത്തേക്ക് പോകാം. നമ്മൾ മലയാറ്റൂർ പോകുന്ന ഈ വഴിയാണ് നോക്കാം.
വന്നത് ഈ വഴിയല്ല, വന്നത് നമ്മുടെ അങ്കമാലി വഴിയാണ് വന്നത്. എന്താ മറ്റേ പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ വന്ന വഴി. ഇതൊരു കാലടിക്കുള്ള വഴിയാണ്, ആദിശങ്കരൻ്റെയൊക്കെ സ്ഥലമാണ്. ആലുവ കാലടി റോഡ്. അതിലെ വഴി കുറച്ചങ്ങ് പോവാം. അതിൽ ചെറിയ ഒരു പഴയ വീടുണ്ട്, ഓടിട്ട വീട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഓടിട്ട വീടുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതകത്തേക്കൊക്കെ ഓടിട്ട വീടുകൾ തന്നെ. മഴക്കോള് കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ നനയാൻ വേണ്ടി തന്നെ വന്നേക്കണം. ഒരു ഓടിട്ടൊരു കടയിൽ പെട്ടെന്ന് കാഴ്ചകൾ കവർ ചെയ്ത് പോകണ്ടല്ലേ. ഈ വഴി ഇച്ചിരി തിരക്ക് കുറവാണ്, ഒരു സുഖമുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വീടുകളുണ്ട്. ഇതൊക്കെ നാട്ടുമ്പുറം എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ചെറിയ ടൗണെന്നും പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക രണ്ടിനിടയ്ക്ക് വരുന്നൊരു പ്രശ്നം. കല്യാണ പരിപാടിയുണ്ട്, അവരെന്തോ പ്രോഗ്രാമൊക്കെ നടത്തും. കയറ്റമാണ്. ഒരു വലിയ പള്ളി, ഇതൊക്കെ ഒരു ഓടിട്ട പഴയ കാലത്തെ ബിൽഡിംഗ്. ഉണ്ട്. അവിടെയുണ്ട്, നേരെ കാണുന്നുണ്ട് ഓടിട്ട വീട്. ഓടിട്ട വീടുകളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലേ. അതൊരു അമ്പലമുണ്ട് അവിടെ. ഒരു അമ്പലമാണ്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓടിട്ട് അതാണോ ഓടിട്ടല്ലേ? ഓ ഭാഗ്യം. ഇപ്പോൾ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് വീശിയപ്പോൾ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓണം പോട്ടെ. ഇതൊക്കെ പഴയ കാലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളാണ്. ഈ ഇടതുവശത്ത് കണ്ട പഴയ ഓടിട്ട് വീട് ബിൽഡിങ്ങുകൾ, കടമുറികളൊക്കെയാണ്. പഴയ കാലത്തെ ആളുകൾ കച്ചവട സ്ഥാപനങ്ങളായിരുന്നത്. ഇതൊക്കെ അത് തന്നെ ഇരുന്നിരിക്കാം. അതൊക്കെ പൊളിച്ച് പുതിയതാക്കി പൊളിഞ്ഞ് വീഴും. പക്ഷെ അതൊക്കെ ഒരു 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 പൗരാണികമായ ഒരു സംഗതിയായിരുന്നു. കുറച്ച് ക്വാളിറ്റിയിലൊക്കെ ചെയ്തിരുന്നുണ്ടെങ്കിൽ ബെറ്ററായിരുന്നു. ഓരോ നാടിൻ്റെ മുഖച്ഛായ മാറുന്നൊക്കെ പറയുമെങ്കിലും നമുക്കതൊരു തിരുവൈരാണി ജയരാജ പാലസ് റോഡ് വലിയ വഴിയായിരിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നല്ലൊരു നാട്ടുമ്പുറം, തെങ്ങുംതോപ്പും
പച്ചപ്പൊക്കെ ആയിട്ട് ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇച്ചിരി ഇതുണ്ട്. ഈ റോഡല്ലാതെ വേറെ റോഡ് നമുക്ക് കാണുന്നില്ല. ബീച്ചുള്ള റോഡ് അങ്ങനെ ഡെസ്റ്റിനേഷനൊന്നുമില്ല, പോകുന്നു. ഇപ്പം സമയം എന്താ 1 മണി ഉണ്ടാവാം. സമയം മഴയാണ്ട് പോകാനൊക്കെ എടുത്ത് ബാഗിൽ വെച്ചൊക്കെയാണ്. അപ്പോൾ ഓക്കെ.